നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോരാളി ഷാജി എല്ലായിടത്തും കയറി അഭിപ്രായം പറയുന്നത് പോലെ ശബരിമല വിഷയത്തിൽ പറയാൻ നിൽക്കരുത്. ജനങ്ങൾ 8ന്റെ അല്ല 16ന്റെ പണിയായിട്ട് തിരിച്ചു തരും. പിണറായി വിജയനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും, അതായത് ഒന്ന് വൈറ്റ് വാഷ് അടിക്കാനായിട്ട് പോരാളി ഷാജി രംഗത്ത് വന്നതാണ്. പക്ഷേ വെച്ച വെടി സ്വന്തം മൂട്ടിലായി പോയി എന്ന് പറയുന്നതാണ് സത്യം. പിണറായി വിജയന്റെ ഐശ്വര്യം ചുരുക്കി പറഞ്ഞാൽ പോരാളി ഷാജിയെ പോലെയുള്ള CPMന്റെ സൈബർ ഗ്രൂപ്പുകളാണ്. കാരണം മുഖ്യമന്ത്രിയെ പൊക്കിയടിക്കാൻ വന്നിട്ട് എയറിൽ കയറ്റി വിടുന്ന രീതിയാണ് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള CPMന്റെ സൈബർ ഗ്രൂപ്പുകളുടെ പ്രധാന പണി. കോൺഗ്രസിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചുവിടാൻ പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചു. പക്ഷെ ആ പോസ്റ്റ് ഇപ്പോൾ പിണറായി വിജയന്റെ മൂട്ടിലാണ് ചെന്ന് പൊട്ടിയിരിക്കുന്നത്. അതായത് പൂര തെറിവിളിയാണ് പിണറായി വിജയന് പോരാളി ഷാജി കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടടങ്ങണേ പൊന്നയ്യപ്പ എന്ന് പറഞ്ഞ് ശരണം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും. CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന്, പ്രവർത്തകരിൽ നിന്ന് ഒരു തരത്തിലും ശബരിമല വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നിൽക്കരുതെന്നും പോസ്റ്റുകളോ കമന്റുകളോ ഇടാൻ നിൽക്കരുതെന്നും പാർട്ടി തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മറികടന്നിട്ട് ഹീറോയിസം കാണിക്കാൻ വന്നതാണ് പോരാളി ഷാജി. പക്ഷേ പോരാളി ഷാജിയുടെ വരവ് പിണറായി വിജയന് 8ന്റെ പണിയായിട്ട് മാറിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ സർക്കാരിനെതിരെയും CPMനെതിരെയും ജനം, വിശ്വാസികളും ഒക്കെ കത്തി ജ്വലിച്ചു നിൽക്കുകയാണ്. അതിനിടയിലാണ് ശബരിമലയെ വെച്ച് ട്രോളുന്നതിന് വേണ്ടി ഈ ചില CPM സൈബർ ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഈ പൊട്ടന്മാര് തിരിച്ചറിയുന്നത് പോലുമില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു. ഈ ശബരിമല വിഷയത്തിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് CPMന് തൽക്കാലത്തേക്ക് നല്ലത്. എന്നാൽ അതിനിടയിൽ കൂടി ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോരാളി ഷാജിയും മറ്റു ചില ഗ്രൂപ്പുകളും രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം പിണറായി വിജയന്റെ നെഞ്ചത്താണ് പൊട്ടുന്നത്. പിണറായി വിജയനാകട്ടെ MV ഗോവിന്ദനോട് ഉത്തരവിട്ടിരിക്കുകയാണ് ഇമ്മാതിരി സൈബർ ഗ്രൂപ്പുകളെ ചവിട്ടി പുറത്താക്കിയേക്കെന്ന്. പോരാളി ഷാജി പങ്കുവെച്ച ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ അത് വെറും വാചകമൊഴി മാത്രമാണ് എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇറ്റലിക്കാരിയായ നേതാവിന്റെ കുടുംബത്തിനും UDF കൺവീനർക്കും എതിരെയായിരുന്നു എന്നത് ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നു. അഭിനന്ദനങ്ങൾ ശ്രീ ചെന്നിത്തല. ഇതായിരുന്നു രമേശ് ചെന്നിത്തലയെ വിമർശിച്ചുകൊണ്ട് ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ പോരാളി ഷാജി പങ്കുവച്ച പോസ്റ്റ്. ഇതിൽ അടൂർ പ്രകാശും പോറ്റിയും, അതുപോലെ തന്നെ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്നതിന്റെയും ഒക്കെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇതിന് താഴെ തെറിയെന്നല്ല പൂര തെറിവിളിയും തന്തയ്ക്ക് വിളിയുമാണ് പോരാളി ഷാജിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ CPMന് പങ്കില്ല എന്നാണോ പോരാളി ഷാജി പറഞ്ഞു വെക്കുന്നത്? അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനൊക്കെ എന്തിനാണ് നിന്ന് വിറയ്ക്കുന്നത്? പത്മകുമാറും വാസുവും ഒക്കെ ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്തവരാണോ? ഇവരുടെ കാലത്താണ് അവിടെ ഏറ്റവും വലിയ കൊള്ള നടന്നിരിക്കുന്നതെന്ന് ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തിട്ട് കുടയുകയായിരുന്നു SITയെയും അതുപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരെയും ഒക്കെ. കോടതി തന്നെയാണ് ഈ വിഷയത്തിൽ പല വിവരങ്ങളും ജനങ്ങൾക്ക് മുൻപിൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ശബരിമല വെച്ച് ട്രോളാൻ പോരാളി ഷാജിയൊക്കെ വന്നിരിക്കുന്നത്. ജനങ്ങൾ പിന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? പോരാളി ഷാജി പങ്കുവെച്ച ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് പലരും പങ്കുവച്ചിരിക്കുന്നത്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ തന്തയില്ലായ്മ തന്നെ പറഞ്ഞാണ് നീയൊക്കെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വമ്പിച്ച വിജയം കൊണ്ടുകൊടുത്തത്. ഇനിയും ഇത് തുടരുക എന്നാണ് പോരാളിയെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് ഒരാൾ പങ്കുവച്ചിരിക്കുന്ന കമന്റ്. ആദ്യമേ പപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന മെമ്പർമാരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യും, പിന്നീടാവട്ടെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മണ്ടയ്ക്ക് കയറുന്നത്. മറ്റൊരു കമന്റ് രസകരമാണ്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. പോരാളി ഷാജി, നീയും റിപ്പോർട്ടർ ചാനലും ഒക്കെ കാരണമാണ് വോട്ട് മുഴുവൻ UDFന് പോയത്. ഒരു ചെക്കന്റെ രാഷ്ട്രീയ ഭാവി തുലച്ചതുകൊണ്ട്. ഈ നിലയ്ക്ക് പോയാൽ LDF ഇനി തിരിച്ചു വരില്ല. ഇമാതിരി കൊള്ളയും അതുപോലെ തന്നെ ഗർഭകഥകളും കൊണ്ട് നടക്കുന്നവരെ കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആയിരിക്കും ആദ്യം താഴെ വീഴാൻ പോകുന്നത്. അങ്ങേരുടെ കൂടെ നിന്ന് പോറ്റിയും തസ്കര വീരന്മാരും ഫോട്ടോകൾ എത്രയെണ്ണം എടുത്തിട്ടുണ്ട്. പിണു സ്വർണ്ണക്കള്ളനാണെന്നതിൽ ഒട്ടും സംശയമില്ല ജനങ്ങൾക്ക്. പോരാളി ഷാജി, നീ മറന്നോ ചെമ്പിലെ സ്വർണം?
അങ്ങനെ പിണറായി സർക്കാർ അധികാരത്തിൽ കയറിയത് മുതൽ എത്രയെത്ര സ്വർണ്ണ കഥകളാണ് കേരളത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു വന്നത്. ആ സ്വപ്ന സുരേഷ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു, ഞാൻ പറയുന്നതൊക്കെ കള്ളമാണെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ. എന്നിട്ട് എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി പേരിന് പോലും ഒരു കേസ് കൊണ്ട് കൊടുക്കാത്തത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത്. ഹൈക്കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോധ്യപ്പെടാത്തതും നേരം വെളുക്കാത്തതും പോരാളിമാർക്കാണ്. എങ്ങനെ വെടിവെച്ചാലും സ്വന്തം മൂട്ടിൽ തന്നെ തിരിച്ചുകൊള്ളുന്ന ഒരു പാർട്ടിയായി മാറിയല്ലോ സഖാവേ നിങ്ങളുടേത്. അകത്ത് കിടക്കുന്ന സഖാക്കൾ വന്നിട്ട് പോരെ ബാക്കി പോരുകൾ. SITയുടെ അന്വേഷണ തലവനായി അടിമ ഷാജിയെ നിയമിച്ച വിവരം ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. മോഷണം, പിടിച്ചുപറി, അടിച്ചുമാറ്റൽ, കക്കൽ, മുക്കൽ, നക്കൽ ഇതെല്ലാം കമ്മിക്ക് മാത്രം സ്വന്തം. മറ്റാരും അവരുടെ അത്രയും ചെയ്യുകയില്ല. ഇതൊക്കെ ചെയ്തതിനു ശേഷം മറ്റുള്ളവരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നു കൂടിയാണ് കമ്മികളുടെ വാദം. അതാണ് സഹിക്കാൻ കഴിയാത്തത്. എങ്ങനെ ന്യായീകരിച്ചാലും സ്വർണം അടിച്ചു മാറ്റാൻ അവസരം കിട്ടിയത് ഇടതിന്റെ ഭരണത്തിലാണ്. ഇങ്ങനെ നിരവധി മറുപടികളാണ്, വായടപ്പിക്കുന്ന മറുപടികളാണ് പോരാളി ഷാജിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ, അതായത് ഈ സൈബർ ഗ്രൂപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നതിനെതിരെ അതിശക്തമായ വിമർശനവുമായി CPM തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവരുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോരാളി ഷാജിമാരെ പോലെയുള്ള സൈബർ ഗ്രൂപ്പുകൾക്കും പാർട്ടിക്കുമായി ഒരു ബന്ധവുമില്ല, അവന്മാരെ ആരെയും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ. പക്ഷേ പിണറായി വിജയനാണ് തന്റെ ഹീറോ എന്ന് പോരാളി ഷാജി മുൻപേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യമാണ്, സ്വന്തം നേതാവിന് തന്നെ പണി വാങ്ങിച്ചു കൊടുക്കുന്ന കൂട്ടരായി ഇവർ മാറിയിരിക്കുകയാണ്. ശബരിമലയിൽ ഇനിയും നിങ്ങൾ ഇമ്മാതിരി കളിക്ക് നിൽക്കരുത്. കാരണം ജനങ്ങൾ അത്രത്തോളം നിങ്ങൾക്കെതിരെ നിൽക്കുകയാണ്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടാകണം. ഈ പാർട്ടിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതത്ര എളുപ്പമൊന്നുമല്ല. ഇമാതിരി ട്രോളും ഗിമ്മിക്കുകളും കൊണ്ടൊന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോയ വിശ്വാസ്യത തിരിച്ചു കിട്ടില്ല. അതിന് പണിയെടുക്കണം, നന്നായി പണിയെടുക്കേണ്ടി വരും. മുൻപിൽ ഇനിയുള്ളത് ഏകദേശം 3-4 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിലും വീണാൽ അടപടലം തേഞ്ഞൊട്ടിപ്പോകും. അതുകൊണ്ട് വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കേണ്ടത്. അതിനിടയിൽ കൂടി വന്ന് ഇമാതിരി പോരാളി ഷാജിമാർ നടത്തുന്ന മെനകെട്ട പണികൾ പിണറായിക്ക് തന്നെ 8ന്റെ പണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന കൊള്ളയിൽ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ 1998 സ്ഥാപിച്ച സ്വർണ്ണ കലശങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. കന്നിമൂല ഗണപതി ക്ഷേത്രം, മാളികപ്പുറം, നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഈ കലശങ്ങളുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാകുമ്പോൾ പിടിയിലായ പ്രതികൾക്കിടയിലെ ദശകങ്ങൾ നീണ്ട അവിശുദ്ധ ബന്ധത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. സ്മാർട്ട് ക്രിയേഷൻസ് മേധാവി പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായി പുലർത്തുന്ന അടുത്ത ബന്ധം സ്വർണ്ണക്കൊള്ള ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്ന് SIT വിലയിരുത്തുന്നുണ്ട്. 2009 മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്കായുള്ള ഗൂഢാലോചനകൾ ഈ മൂവർ സംഘം ആരംഭിച്ചിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ ഏതാണ്ട് 20 വർഷത്തോളമായി നിലനിൽക്കുന്ന ബിസിനസ് ബന്ധമാണുള്ളത്. ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും നേരിട്ട് പങ്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വെളിപ്പെടുത്തിയതായി അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതികൾക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികൾ ഈ കേസിൽ നിർണായകമാണ്. ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സ്വർണം പൂശൽ ജോലികൾ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് നിർവഹിച്ചിരുന്നത്. 2009 മേൽക്കൂരകൾ സ്വർണം പൂശാൻ ഈ സ്ഥാപനം എത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ SIT ഓഫീസിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പമ്പയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ ഭാഗമെന്ന് കരുതുന്ന 470 ഗ്രാം സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തത് കേസിലെ വലിയ വഴിത്തിരിവാണ്. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം തന്നെ തുല്യ ഉത്തരവാദിത്തം പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും ഉണ്ട് എന്ന് SIT റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.